രാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ പമപദനി ദ പമഗരി ഗമപദനി സരി മഗരി സനി ദ പമഗരി ഗമ പദ സതി ഗമ പനി സതി ഗമ പകാല സരി ഗമ പ ധനി ദ പദ ധനി ഗരി നി ദ മഗരി സരി ഗമ രി ഗമ പ ഗമ പദ മപദനി ഗരി നിദ സനി നിദ ദബഗരി നിദ സനി നിദ ദബഗരി നിദ സനി നിദ ദബഗരി സനി ദബ സരി ഗമ പരി ഗമ പദ ഗമ പദനി ഗരി സനി ദരി സനി ദബ സനി ദബദ രി ഗമ പദ സനി ഗമ പനി സരി ഗമ പകാല പൊൻതളികയിൽ പാൽ പായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലാൽ കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേരുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീട്ടുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം പുത്തിലങ്ങി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആനകേറാ വീട്ടിൽ ഇനിയായിരത്തിരി കൊളുത്താം ഇനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അബി എന്തോ ആദ്യം തന്നെ ഈ പാട്ട് സെലക്ട് ചെയ്തതിന് ഒരു വലിയ കയ്യടി. താങ്ക് യു. ബ്യൂട്ടിഫുൾ സോങ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട്. എന്ത് തോന്നുന്നു ഇപ്പോ? കുറച്ച് സമാധാനം തോന്നുന്നു. ആണോ?
ആണോ? പാടുന്നതിന് മുന്നേ നിനക്ക് സമാധാനം ഉണ്ടായില്ല? ഓക്കെ, നമുക്കിനി പാട്ട് എങ്ങനെ ഉണ്ടായിന്ന് ചോദിക്കാം. മനോജ് ചേട്ടാ. അസലായിട്ട് പാടി, നന്നായി പാടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. കേട്ടോ, ശരത് സാറിൻ്റെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, കേരളക്കര മുഴുവൻ അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട്, മ്യൂസിക് റിയാലിറ്റി ഷോ എന്ന് ആരംഭിച്ചു അക്കാലം മുതൽ എല്ലാ റിയാലിറ്റി ഷോകളിലും ഈ പാട്ടില്ലാത്ത ഒരു സദസ്സില്ല. അത്രയധികം മലയാള തനിമയുള്ള, മലയാള സംസ്കാരത്തിൻ്റെ എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ, സംഗീതം കൊണ്ടും ആലാപനം കൊണ്ടും രചന കൊണ്ടും ഉത്കൃഷ്ടമായ പാട്ട്. ആ പാട്ടാണ് മോനോട് പാടിയിരിക്കുന്നത്. അതതിൻ്റെ ഒട്ടും അതിൻ്റെ അത് പോകാതെ, എൻ്റെ അന്തസ്സത്ത് പോവാതെ, എൻ്റെ ആ ഫീല് പോവാതെ മോൻ നന്നായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന് പറ്റിയ കോസ്റ്റ്യൂമ്, ഈ പാട്ടൊക്കെ ഞാൻ ആരും കാണാതെ റൂം അടച്ചിരുന്നിട്ട് ഞാൻ തന്നെ പാടി ആസ്വദിച്ചിട്ട് ഞാൻ തന്നെ കൈയടിച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന് ആസ്വദിക്കുന്ന പാട്ടാണ്. കാരണം വെളിയിൽ ഒരു മനുഷ്യനെ കേൾപ്പിക്കാൻ പറ്റില്ല. അന്ന് അത്രയും ടഫ്. വേണ്ടതേ ഇവിടെ അണ്ണാച്ചി പാടും. അതുകൊണ്ട് ആ സാഹസത്തിന് ഞാനില്ല. മോൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അണ്ണാച്ചി എന്തായാലും രണ്ടിലും എനിക്ക് വേണ്ടി പാടിത്തരും, അത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ചേച്ചി. മോനെ സൂപ്പർ സിംഗിങ്. താങ്ക് യു മാം. ഒന്നാമത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. ഒരുപാട് പേര് പാടി കേട്ടിട്ടുണ്ട്. പല വേദികളിലും പല ശബ്ദങ്ങളിലും ഈ പാട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് പാട്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കൊണ്ട് അത് ഏത് ശബ്ദത്തിൽ കേട്ടാലും അതിനൊരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ മോൻ്റെ ശബ്ദത്തിൽ നല്ല സുഖമുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ. നന്നായി പാട്ട് പഠിച്ച് പാടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ചില ഭാഗങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു നമുക്കൊരു ഫീല് നല്ലോണം മോനത് പഠിച്ച് പാടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് എന്ന് പറയുന്നൊരു ചെറിയ വാക്കാവും. ശരത് സാറിൻ്റെ റൗണ്ട് ആയതുകൊണ്ടും ശരത് സാറിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള പാട്ടുകളിൽ ഒന്ന് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അല്ല. നെവർ. അപ്പം അങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വലിയൊരു കയ്യടി. താങ്ക് യു മാം. അതുപോലെ തന്നെ മനോഹരമായിട്ട് പാടി. ആദ്യം മുതൽ അവസാനം വരെ ശരിക്കും ഞാൻ ആ പിക്ചറൈസേഷനിലേക്കും അതിലേക്കൊക്കെ അങ്ങ് പോയി. അതാ ഒരു പാട്ട് സാർ, അത് എങ്ങനെയാണത് ക്രിയേഷൻ ആയത് എന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ എക്കാലവും ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എപ്പോഴും കൗതുകമാണ്. മനസ്സിലായി എന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും ഇങ്ങനെ പാട്ട് തലയിലേക്ക് വന്നത്, ഈ ഒരു ട്യൂൺ എന്നുള്ളത്, ആ വിഷ്വലൊക്കെ ഭയങ്കര എല്ലാം. അപ്പോൾ ഈ പാട്ട് നമുക്ക് എപ്പോൾ കേൾക്കുമ്പോഴും നമുക്ക് ലാലേട്ടനും ആ ശോഭന മാമും ആ മൂവിയിലേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങിച്ചെല്ലും. പിന്നെ ബാക്കി വിശേഷങ്ങൾ ഞാൻ ശരത് സാറിൻ്റെ അടുത്ത് നിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പാട്ടിനെ കുറിച്ചും. പിന്നെ ഇതിന്റെ 2 വരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ ഒന്ന് പാടണം. മോനൊരു വലിയ കൈയടി ഈ ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ. ഗോഡ് ബ്ലെസ് യു. ഇനിയും നന്നാവട്ടെ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ, ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് തന്നതിന്. താങ്ക് യു സാർ. സന്തോഷം. അപ്പൊ പാറുവിനും ഇഷ്ടമാണല്ലേ ഈ പാട്ട്? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, താങ്ക് യു. മക്കളെ, കുഞ്ഞാടെ എന്താ സാർ? നന്നായിട്ട് പാടില്ല. താങ്ക് യു സാർ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പല ഏരിയകളും ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ പാടുന്ന കേൾക്കാൻ നല്ല സുഖമായിരുന്നു. എനിക്ക് ഒരു പ്രധാന കാര്യം, സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കോറസ് കുഞ്ഞുങ്ങൾ അവർ 3 പേര്, കാര്യം അത് വളരെ ഡിഫിക്കൽട്ടാണ് ആ ഗ്രഹഭേദം പാടാൻ. അത് നമ്മുടെ സുജാത ചേച്ചിയാണ് ഒറിജിനൽ പാടിയേക്കുന്നത് കേട്ടോ. സുജാത ചേച്ചി പോലെ ഇരുന്നു അത് കേൾക്കാനും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ നീ ചിരിച്ചില്ല എന്നുള്ള ഒരൊറ്റ വിഷമേ എനിക്കുള്ളൂ. പക്ഷേ ചിരിച്ചില്ലാലും കുഴപ്പമില്ല, പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. മക്കളെ, എനിക്ക് എൻ മുന്നിൽ നീ പുലർകന്യയായി അത് മാത്രം ഒന്ന് പാടിത്തരാമോ? എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ. അത് കുറച്ചും കൂടെ അങ്ങ് സൂചിപ്പിക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ മോനെ, പാൽപായസ ചോറുണ്ണുവാൻ. പാൽപായസ ചോറുണ്ണുവാൻ. പിന്നെയും മതി. എല്ലാം നന്നായിരുന്നു മോനെ, നന്നായിട്ട് തന്നെ പാടി. ഒരു സുഖം ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് ഇപ്പം ഞാൻ പല വീഡിയോയും പാറും. ഈ
പാടേണ്ട ഈ ഹരി ശിവരാമകൃഷ്ണൻ്റെ പാട്ടാണിത്, സത്യത്തിൽ എൻ്റെ അല്ല. ഹരീഷാണിത് പാടി വേറെ ലെവലിലാക്കി വെച്ചത്. ഹരീഷിൻ്റെ പ്രോഗ്രാമിനാണെന്ന് തോന്നുന്നു. ഇത് മുഴുവനും ഹരീഷ് പാടാതെ ജനങ്ങൾ പാടുന്നു. അവിടെ വന്ന് ഓഡിയൻസ് മുഴുവൻ കൂടെ. ഞാനിത് ദാസേണ്ണ അയച്ചു കൊടുത്തു ആ വീഡിയോ. അപ്പോൾ അത് ദാസേണ്ണെ കണ്ടപ്പോൾ ഞാനിത് പറയുകയും ചെയ്തു. ദാസേട്ടൻ ഇത് മൊത്തം ജനങ്ങളാണ് പാടിയത്, അത് ചിലപ്പോൾ പാടാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടായിരിക്കും മെയിൻ പാട്ടുകാരൻ. നമ്മൾ അവൻ അസാധ്യമായിട്ട് പാടുന്നവന്. അത് നമ്മൾ തമാശ പറഞ്ഞ് തിരിച്ച് അതിപ്പോൾ എല്ലാവരും അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈ പാട്ടെന്ന് പറയുന്നതിൽ കുറേ സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഒരു കമ്പോസറായിട്ട് നമ്മളീ കഷ്ടപ്പെട്ട് ഈ പാട്ട് ചെയ്യുന്നത് എന്തിനാണ്? അത് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കുറേ കോമ്പസിഷൻസ് ഉണ്ട് ആർക്കും അറിയാതെ ഞാനും എൻ്റെ വീട്ടുകാരും മാത്രം കേൾക്കുന്ന കുറച്ച് പാട്ടുകൾ. അത് നല്ല പാട്ടുകളാണ്, പക്ഷെ അതൊന്നും എന്താ പറയണ്ട, അത് ടഫാണ്. അത് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള കോമ്പസിഷനൊന്നും റീച്ചായിട്ടില്ല കുറേ പാട്ടുകൾ. ഇത് ഈ പടത്തിൽ എല്ലാം വാൽമേൽ പൂവും ഒക്കെ ഇതിനകത്തുള്ളതാണല്ലോ. താളമേഞ്ഞു. അപ്പം അത് അങ്ങനെ ഒരു ബഞ്ച് കാര്യം. എനിക്ക് ഇതിൻ്റെ ഡയറക്ടറോട്, നമ്മുടെ TK രാജീവ് കുമാർ സാറിനോട് ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കാര്യം രാജുവേട്ടൻ്റെ കൂടെ ചെയ്ത പടങ്ങൾ ക്ഷണക്കത്ത്, തച്ചോളി വർഗീസ്, പവിത്രം, ഇതൊക്കെ. അപ്പോൾ അദ്ദേഹം കുറേ മ്യൂസിക്കലി ഒരു കോങ്കോ ഡ്രം പ്ലെയറാണ് രാജുവേട്ടൻ, പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു റിതം സെൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ട്യൂണിങ് രാജുവേട്ടൻ ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴൊക്കെ മനസ്സിലാവും. അപ്പം അത് എന്തൊക്കെ ആ ഡയറക്ടറിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ P. ബാലചന്ദ്രൻ, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ബാലേട്ടനൊക്കെ ഈ കമ്പോസിങ്ങിന് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു പോവാണ്. ഇതിൻ്റെ റിപ്പീറ്റിൽ മോന് പല്ലവി പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പീറ്റിലൊരു ഫ്ലൂട്ടുണ്ട്. അറിയാമോ? അറിയാം. അപ്പോൾ ആ ഫ്ലൂട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നവീനാണ് വായിച്ചത്. ഇത് കീബോർഡ് പ്രോഗ്രാം ചെയ്തത് മണിശർമ്മ എന്ന് പറയുന്ന തെലുങ്കിലെ മ്യൂസിക് ഡയറക്ടറാണ്. ഇഷ്ടംപോലെ പടം, ചിരഞ്ജീവിയോടൊക്കെ ഇഷ്ടംപോലെ പടം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഞാനായിട്ട് അടിയുണ്ടായി ഈ പ്രോഗ്രാമിങ്ങിൻ്റെ സമയത്ത്. ഞാൻ ഇത് വേണം, അത് വേണം, എനിക്ക് ഇന്നത് വേണം, ഇതിനാണ് ഇത്രയും കുത്തി കയറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്കായി. തന്നെ റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം എന്നെ കെട്ടിപ്പിടിച്ചൊരു 5-6 ഉമ്മ വന്നു. അദ്ദേഹം അത് മാത്രമല്ല, ഇതേ പാട്ട് അദ്ദേഹം തെലുങ്ക് ഫിലിമിൽ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇവിടെ ഈ പാട്ട് എൻ്റെതാടാ, അപ്പോൾ ഞാൻ എടുക്കുമെന്ന്. അപ്പോൾ മോനെ അത് കാര്യം പെട്ടെന്ന് ഞാൻ മണിശർമ്മ ഇത് റിതം പ്രോഗ്രാം ചെയ്തത് ജോൺ. എപ്പോഴൊക്കെ എന്നെ കാണുമ്പോൾ പറയും അണ്ണാച്ചി ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക താളവിട്ട്, അങ്ങനെ പ്രോഗ്രാം ചെയ്യിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. നവീനെ ഓർത്തു, എൻ്റെ പ്രിയപ്പെട്ട പാർസാരഥി അണ്ണൻ, വീണ പാർസാരഥി അണ്ണനെ ഓർത്തു. കുറേ സന്തോഷം, കുറേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അണ്ണാച്ചിക്ക് അത്ര ഇഷ്ടമല്ലേ എൻ്റെ അടുത്ത് ഈ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത കാര്യം. അദ്ദേഹത്തിൻ്റെ കാറിലെടുത്ത് ഫുൾ വോളിയത്തിൽ വെച്ച് കേട്ട് തകർക്കും. അത് അസാധ്യമാണ്. അപ്പം അല്ലെങ്കിലും നമ്മുടെ ലാലണ്ണാച്ചി എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞ അണ്ണാച്ചി ഏതോ ഒരു പടം കണ്ടിട്ട് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ലാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അസാധ്യമാണ് അണ്ണാച്ചി, ഞാൻ പറയേണ്ട കാര്യമില്ല. അതുപോലെ ലാലണ്ണാച്ചി 100 കഥാപാത്രങ്ങൾ എടുത്ത് അതിൽ നിന്ന് ഒരു 10 കഥ എടുത്തിട്ട് 10 കഥ ലൈവായിട്ട് അവതരിപ്പിച്ചു സ്റ്റേജിൽ. ആ സമയത്ത് അതിന് മ്യൂസിക് ഞാനായിരുന്നു. അപ്പം ഞാനത് അദ്ദേഹത്തിൻ്റെ ഈ വേഷപ്പകർച്ച കണ്ട് ഞെട്ടിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, എന്തോന്ന് അണ്ണാച്ചി ഇത് അത്ഭുതം തന്നെ ഇതൊക്കെ. അപ്പം അതിനുശേഷം ഈ ഫിലിം കണ്ടിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞപ്പം, അണ്ണാച്ചി അത് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാനൊന്നും പറയല്ല അണ്ണാച്ചി, അതിൻ്റെ ആവശ്യവുമില്ല. കാര്യം നമ്മൾ ഇത്ര ആയിട്ടും ആകെ 2 പടവേ ഞാൻ ചെയ്തിട്ടുള്ളൂ മോഹൻലാലിൽ നിന്ന് പറഞ്ഞിട്ട്. ചരത്തെ ശ്രീരാഗമോയും മാലയും പോരെയെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം അത് സത്യം പറഞ്ഞാൽ എനിക്കത് നമ്മൾ അധികം ചെയ്തുകൊണ്ടുള്ളതല്ല, ചെയ്തത് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടെന്ന് അറിയുന്നതിൽ കുറേ സന്തോഷം. തീർച്ചയായിട്ടും. അത്രയും. താങ്ക് യു സോ മച്ച്. ലവ് യുടാ ചക്കരെ. ഓക്കെ, അപ്പൊ മാർക്സിന് മുന്നേ ശരത് സാർ പാടിത്തരാന്ന് പറഞ്ഞു. ഓ യെസ്, പാടിത്തരാം. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം പുത്തിലഞ്ഞി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആന കേറാമേട്ടിൽ ഇനി 1000 കൊളുത്താം ഇനിയുമീ കഥകളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ
തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. എനിക്ക് ഇപ്പൊ തന്നെ കേട്ടുപിടിക്കണം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു താങ്ക് യു. മൗനമോ പൂമാനമാ നിന്ദാഗമോ ഭൂപാളമാ. വേറെ ആരെങ്കിലും കെട്ടിപ്പിടിക്കണമെങ്കിൽ വരാം. ക്യൂ നിക്കാന്നൊക്കെ. പാറു, ലവ് യു ചക്രേ. ലവ് യു ടു. താങ്ക് യു സോ മച്ച്. പ്ലഷർ. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. യെസ് ശരത് സർ, യെസ്. എത്ര മാർക്ക് അബിക്കുട്ടന്? മക്കൾക്ക് ഞാനൊരു 9 മാർക്സ് തരും. താങ്ക് യു സാർ. സൂപ്പർ. ഇനി എന്ത് വേണം? അതാ. എന്ത് വേണം? സന്തോഷം. സന്തോഷം മതില്ലേ? സാറല്ലേ 9 തന്നെ. അതെ ചേച്ചി. ഇനി ഞാൻ മാർക്ക് ഇടണോ? ആ എന്തായാലും എന്തായിരിക്കും ഞാൻ മാർക്ക് ഇടാൻ പോണെ? 9.2. സാറ് 9 തന്ന സ്ഥിതിക്ക് പറച്ചിച്ചോറ് 9.2. 9.1. ഓക്കെ, താങ്ക് യു ചേച്ചി. മനോജേട്ടാ നല്ല ഒന്നാന്തരം മാർക്കാ കേട്ടോ. താങ്ക് യു സാർ. ധൈര്യമായിട്ടിരുന്നോ, തന്നെ പിടിച്ചോ. ഓക്കെ, സോ ടോട്ടൽ 18.1. സൂപ്പർ. താങ്ക് യു. ഓക്കേടാ.